തിരുവനന്തപുരം വർക്കലയിൽ റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിച്ച 15-ൽ പരം പേർക്ക് ഭക്ഷ്യവിഷബാധ. വർക്കല ക്ഷേത്രം റോഡിലെ സ്പൈസി റെസ്റ്റോറന്റിൽ നിന്നും ആഹാരം കഴിച്ചവരെയാണ് വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും നഗരസഭ ഹെൽത്ത് സ്ക്വാഡിന്റെയും നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. വിവരങ്ങളുമായി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഈ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ, അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പരിശോധന നടന്നത് എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പരിശോധന അല്പം വൈകിപ്പോയില്ലേ എന്നുള്ളതാണ്. പരിശോധന വൈകിപ്പോയിട്ടുണ്ട്. വർക്കലയെ സംബന്ധിച്ച് നമുക്കറിയാം, കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു കേന്ദ്രമാണ് വർക്കല. അവിടെ ഈ ക്ഷേത്രം റോഡിലുള്ള ഈ സ്പൈസി എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ആളുകൾക്കാണ് ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴാണ് ഈ വിവരം ആരോഗ്യവകുപ്പും ഒക്കെ തന്നെ അറിയുന്നത്. ആദ്യം 15ഓളം ആളുകൾക്കായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വർക്കലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 40ഓളം ആളുകൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നു എന്നുള്ളതാണ്. മാംസാഹാരം കഴിച്ച ആളുകൾക്കാണ് കൂടുതലും ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ ഹോട്ടലിൽ ഉള്ള വളരെ പെട്ടെന്ന് ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ആ ഹോട്ടലിൽ വരികയും അത് മിന്നൽ പരിശോധന നടത്തുകയും ചെയ്തു. അങ്ങനെ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ ഹോട്ടലിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആരോഗ്യവകുപ്പിന്റെ ഒരു കെടുകാര്യസ്ഥതയാണ്. കൃത്യമായി ഹോട്ടലുകളിലെ ഭക്ഷണം അത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണോ എന്നുള്ള തരത്തിൽ കൃത്യമായി പരിശോധന നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഭക്ഷ്യവിഷബാധ ഏറ്റ് ആളുകൾ മരിക്കുന്ന സാഹചര്യം പോലും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്, ആരോഗ്യ കേരളം എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന ഈ സംസ്ഥാനത്ത് പോലും ഷവർമ കഴിച്ചു പോലും ആളുകൾ മരിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഭക്ഷ്യവിഷബാധ വീണ്ടും തുടർക്കഥയാവുകയാണ്. വർക്കല പോലുള്ള ഒരു സ്ഥലത്ത്, കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സ്ഥലത്ത് ഉള്ള അല്ലെങ്കിൽ ആളുകൾ അറിയുന്ന ഒരു ഹോട്ടലിലാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. ഇത് ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട്. പോലീസ് അടക്കമുള്ള ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഹോട്ടലിലെത്തി പരിശോധന നടത്തി അതിന്റെ നടപടികൾ സ്വീകരിക്കുന്നു. പക്ഷേ സമാനമായ നിലയിൽ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിലെ ഭക്ഷണങ്ങൾ എല്ലാം തന്നെ ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് സാധാരണക്കാരുടെ ആവശ്യം. അമിതമായ വില ഇവരെല്ലാം വാങ്ങുന്നു. ഒരേ ഭക്ഷണത്തിന് പല ഹോട്ടലിൽ പല വില, അത് നമ്മുടെ നാട്ടിൽ അത് നടക്കുന്നു. അമിത വില ഈടാക്കുന്നതിനൊപ്പം ഈ ഭക്ഷണം കൃത്യമായി അത് വിഷരഹിതമായ ഭക്ഷണം അല്ലെങ്കിൽ വിഷബാധയില്ലാത്ത ഭക്ഷണം കൊടുക്കുക, ഇത് ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പിന് ഇപ്പോഴും കഴിയുന്നില്ല എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് വർക്കലയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന ഈ റിപ്പോർട്ട്. വിനോദ്, അതാണ് ഏകീകൃതമായൊരു വില നിലവാരം അങ്ങനെ അത് ഹോട്ടലുകളിൽ ഉറപ്പാക്കാൻ ഭക്ഷ്യവകുപ്പിന് അങ്ങനെ ഒന്നും സാധിക്കുന്നില്ല. മാത്രമല്ല, ഈ ഷവർമയൊക്കെ കഴിച്ച് മരണങ്ങൾ സംഭവിച്ച വിനോദ് നേരത്തെ സൂചിപ്പിച്ചില്ല, മാംസഭക്ഷണമാണല്ലോ ഏറ്റവും പെട്ടെന്ന് കേടാകുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ പെട്ടെന്നൊരു ഇത്തരത്തിലാണ് ഒരു നഗരസഭ ഹെൽത്ത് സ്ക്വാഡിന്റെ നേതൃത്വം ഇപ്പോൾ പരിശോധന നടത്തി എന്ന് പറയുന്ന പോലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയൊക്കെ നേതൃത്വത്തിലൊരു മിന്നൽ പരിശോധന ആ പ്രദേശ ഹോട്ടലിലൊക്കെ നടക്കും. പതുക്കെ അതങ്ങ് കെട്ടടങ്ങും. വീണ്ടും ഇതുപോലെ എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴാണ് ഈ വകുപ്പുകളൊക്കെ ഉണർന്നെഴുന്നേൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള സ്പൈസി റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അത് എന്ത് നടപടി നേരിട്ടു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പ്രദേശത്തെ ഹോട്ടലുകളിലും സമാനമായി തന്നെ റെയ്ഡൊക്കെ നടക്കുന്നുണ്ടോ? ഈ നഗരസഭ, കോർപ്പറേഷൻ അല്ലെ പഞ്ചായത്ത് തുടങ്ങിയ അതുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യവകുപ്പ് അവരുടെ നിർദ്ദേശത്തെ തുടർന്നാൽ ആണ് ഹോട്ടലുകളിലൊക്കെ തന്നെ പരിശോധന നടത്തുന്നത്. ഇപ്പോൾ വർക്കലയിൽ ഇപ്പോൾ പറഞ്ഞ ഈ സ്പൈസി ഹോട്ടൽ കൂടി വന്നാൽ ഒരാഴ്ച അടച്ചിടും, വീണ്ടും അത് തുറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോർപ്പറേഷൻ, അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ, ഇവരൊക്കെ തന്നെ പ്രധാന ഹോട്ടൽ ഉടമകളുമായിട്ടൊക്കെ നല്ല ഇടപാടിൽ പോകുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഈ നഗരസഭകളിലും കോർപ്പറേഷനിലും ഒക്കെ യോഗങ്ങളും മീറ്റിങ്ങും ഒക്കെ നടത്തുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ് നടത്തുമ്പോൾ ഇവരൊക്കെ ഹോട്ടൽ ഉടമകളെ വിളിച്ചു പറയുകയാണ്. കൃത്യമായി ആഹാരം അവിടെ എത്തിക്കും, അതിന്റെ ചെലവുകളൊക്കെ എഴുതി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ഹോട്ടൽ ഉടമകളെ ഒന്നും പിണക്കാനൊന്നും ഈ ഭരണാധികാരികൾ ആരും തയ്യാറല്ല. അതുകൊണ്ടാണ് റെയ്ഡ് നടത്തിയ ഹോട്ടലുകളുടെ പേര് പോലും കൃത്യമായി വാർത്തകൾ നൽകുമ്പോൾ, മാധ്യമങ്ങൾക്ക് വാർത്തകൾ നൽകുമ്പോൾ ഏതെല്ലാം ഹോട്ടലിലാണ് റെയ്ഡ് നടത്തിയത്, ഏതെല്ലാം ഹോട്ടലിലാണ് നടപടി സ്വീകരിച്ചത് എന്ന ഹോട്ടലിന്റെ പേർ ഇവർ കൊടുക്കുന്ന വാർത്താക്കുറിപ്പിൽ ഉണ്ടാവാറില്ല. നടപടി സ്വീകരിച്ചു, 14 ഹോട്ടൽ പരിശോധന നടത്തി, 9 ഹോട്ടൽ സീൽ ചെയ്തു എന്നൊക്കെയുള്ളതല്ലാതെ ഏത് ഹോട്ടൽ, ഏത് കവലയിലെ ഏത് ഹോട്ടൽ എന്നുള്ള കൃത്യമായ വിവരം നൽകാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. ഉദ്യോഗസ്ഥരും ഹോട്ടലിലെ ഉടമകളും തമ്മിലുള്ള അവിഹിത ബന്ധങ്ങളൊക്കെ തന്നെയാണ് ഇതിന് കാരണം. ഇതുകൊണ്ട് സംഭവിക്കുന്നത് സാധാരണക്കാർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നു. യാത്ര ചെയ്തു പോകുന്ന അല്ലെങ്കിൽ ആ സ്ഥലം അറിയാത്ത ആളുകൾ വാഹനത്തിൽ പോയി അറിയാൻ കഴിയാത്ത ഒരു ഹോട്ടലിൽ കയറുന്നു. അവിടെ നിന്ന് കഴിച്ച് അവർ ചിലപ്പോൾ 2 ദിവസം യാത്ര കഴിഞ്ഞാണ് വീട്ടിലെത്തുന്നത്. അപ്പോഴേക്കും ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കും. പിന്നീട് ഈ പരാതിയുടെ പുറകെ ആ ഹോട്ടൽ തപ്പി പോകാനൊന്നും തയ്യാറാവുന്നില്ല. അതുകൊണ്ട് കൃത്യമായി ഭക്ഷ്യവിഷബാധ കൃത്യമായി ഏത് ഹോട്ടലിൽ നിന്നാണ് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്.
അതുകൊണ്ട് കൃത്യമായി ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പ് കൃത്യമായ പരിശോധന നടത്തിയാൽ ഇതിനൊക്കെ തടയിടാൻ കഴിയും. പക്ഷേ ഇതൊന്നും ഈ നാട്ടിൽ നടക്കുന്നില്ല. വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.